യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ല, എന്തിനാ അവര് വന്നേ? നിങ്ങൾ അവിടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ലല്ലോ മനുഷ്യ. അതെ, ഒരു കാരണവശാലും വിഷം ഉള്ളിൽ ചെന്ന കാര്യം അറിയരുത്. ആ ഡോക്ടർ എങ്ങാനും സകലതും വിളിച്ചു പറഞ്ഞ അതോടെ തീർന്നു. നിങ്ങൾ അവരുടെ കൂടെ തന്നെ മാറാതെ നിൽക്കണം. മാറാൻ പറഞ്ഞാലും മാറരുത്. ആ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് വരാം. ആ ലേഡി ഡോക്ടറെ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ ഉടുമ്പത്തി ദർശന, അവൾ അവിടെ ഉള്ളതാ പ്രശ്നം. അവൾ ഇപ്പോഴും മണവാട്ടി വേഷത്തിൽ തന്നെ നിൽക്കല്ലേ. ആ പാര തൊലിക്കട്ടി തന്നെ. നിങ്ങളവിടെ കൂടെ തന്നെ നിൽക്കണേ, ഞാൻ വിളിക്കാം. മോളെ, ചതിച്ചെന്നാ തോന്നുന്നേ. പോലീസിനെ അവള് വിളിച്ചു വരുത്തി. ഓ ദർശന, അല്ല, നീ ഇതൊന്നും ഇതുവരെ വലിച്ചു പറിച്ച് കളഞ്ഞില്ലേ? പറിച്ച് കളയടിയല്ല. ഇത് എത്തുന്നില്ല. ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ്. ഡോക്ടർ ഹിരൺമയി. യെസ്. വിനു പോത്തൻ സാർ വിളിച്ചിരുന്നു. ഡോക്ടറെ കാണാനാ പറഞ്ഞിരുന്നത്. എനിക്ക് സുമംഗല തങ്കച്ചിയുടെ മൊഴിയെടുക്കണം. ഓഫീസർ, അൺകോൺഷ്യസ് ആയൊരു പേഷ്യന്റിന്റെ മൊഴിയെടുക്കുന്നത് എങ്ങനെയാണ്? സുമംഗല മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡേഞ്ചറസ് സിറ്റുവേഷൻ ഓവർകം ചെയ്തു എന്ന് പറയാം. എന്നാലും പൂർണ്ണമായി റിക്കവർ ആയിട്ടില്ല. ശരിക്കും ബോധം തെളിഞ്ഞിട്ടുമില്ല. ബോഡി മെഡിസിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയത് ഒരു നല്ല ലക്ഷണമാണ്. പേഷ്യന്റ് സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പൊ വന്ന് മൊഴിയെടുത്താൽ മതി. പോത്തൻ സാറ് ഹോസ്പിറ്റലിലേക്ക് വേഗം എത്തണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ മാരേജ് നടക്കുന്ന സമയത്ത് ഞാനും ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. ഒരു ടൈം ബോംബിന്റെ ത്രെട്ടനിങ് ഉണ്ടായിരുന്നു. അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അത് വെച്ചയാളെ അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ പോലീസുകാർ. പെട്ടെന്നാണ് വിഷത്തിന്റെ ഇഷ്യൂ അവിടെ ഉണ്ടായത്. ഞാൻ സ്റ്റേഷനിലെത്തിയതിനു ശേഷമാണ് അവര് കുടിച്ച പാലില് വിഷം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നത്. കല്യാണം കഴിച്ച പെൺകുട്ടി എനിക്ക് വ്യക്തിപരമായിട്ട് വേണ്ടപ്പെട്ട കുട്ടിയാ. വേണ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ടൈമില് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ മകളാ. ആ പെൺകുട്ടിയാണ് വിഷം കലർന്ന പാൽ മാഡത്തിന് കൊടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് സാധ്യതയില്ല മാഡം. ആക്ച്വലി ആ തറവാടിന്റെ കഥ പറഞ്ഞ വളരെ വിചിത്രമായി തോന്നും. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയാ, നല്ല സാമ്പത്തികമുണ്ട്. സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴുണ്ടല്ലോ, അവിടെ എന്നും ഇഷ്യൂസ് തന്നെയാ. ഒരു വിവാഹത്തിന് പെൺകുട്ടിയെ വധിക്കാൻ ടൈം ബോംബ് വയ്ക്കാന്ന് പറഞ്ഞ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണോ? 1000-ഓളം പേര് ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നപ്പോഴാ ആ ബോംബ് നിർവീര്യമാക്കിയത്. അല്ലെങ്കിലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ലോകം മുഴുവൻ ഞെട്ടുന്ന ഒരു കൂട്ടക്കൊലയെന്ന കഷ്ടിച്ച കുടുംബം രക്ഷപ്പെട്ടത്. എനിവേ, താങ്ക് യു ഡോക്ടർ. ഞാൻ കൂടുതൽ സമയം മെനക്കെടുത്തുന്നില്ല. ഏതായാലും മാഡത്തിന്റെ അപകടനില തരണം ചെയ്തെന്ന് അറിഞ്ഞാല് വളരെ സന്തോഷം. ഞാൻ വന്ന് മാഡത്തെ കണ്ടോളാം. ശരി, ഓക്കെ. അതെ, നിങ്ങളകത്ത് പോയി മൊഴിയെടുക്ക്. ചെല്ല്. എന്തായാലും രൂപേഷിനെ ഞാനിപ്പോ കാണുന്നില്ല. കല്യാണ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടായതില് അവന് നല്ല പ്രയാസം കാണും.
അതിനേക്കാൾ മോശം സിറ്റുവേഷനിലല്ലേ അങ്കിളെ ഞാൻ. വലതുകാല് വെച്ച് അവിടേക്ക് കയറിയിട്ടില്ല. അതിനു മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ പെണ്ണിന്റെ ജാതകദോഷമാണെന്ന് എല്ലാവരും പറയും. ഇനി വന്നു കയറും മുൻപ് അമ്മായി അമ്മയ്ക്ക് വിഷം കൊടുത്തവൾ എന്നുകൂടി കേൾക്കേണ്ടി വന്നാ അതോടെ തീർന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോഴേ തുടങ്ങണോ? എല്ലാവരും ഒന്ന് വരട്ടിയാലോ? അതൊന്നും വേണ്ട അങ്കിൾ, പ്ലീസ്. നീ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ. ഏതായാലും ഇത്തവണ ആ ഗിരിജയെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, കൊച്ചുമുതലാളി പോലും. ഒരു പകലും രാത്രിയും വ്രതം ഇരുന്നതുകൊണ്ടും ഉറക്കൊഴിഞ്ഞതുകൊണ്ടും പിന്നെ ആ ബോംബിന്റെ ഇഷ്യൂ. ബോംബ് പൊട്ടി എന്തെങ്കിലും സംഭവിച്ച കല്യാണത്തിന് ആൾക്കാരെ ക്ഷണിച്ചവരും ഉത്തരം പറയേണ്ടി വരില്ലേ? ആ ടെൻഷനും കൂടി ആയപ്പോ BP കൂടിയതുകൊണ്ടാ മാഡം തളർന്നു വീണതെന്ന് പറഞ്ഞിരിക്കുക, സ്വന്തം മോനോട് പോലും. ഡോക്ടർ ഹിൻമയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം എന്താ സംഭവിച്ചതെന്ന് പുറത്താരും അറിയരുതെന്ന്. വെള്ളവും ആഹാരവും അകത്ത് ചെല്ലാത്തതിന്റെ കൂടെ ഉറക്കമൊഴിഞ്ഞതും ടെൻഷനും എല്ലാം ബാധിച്ചിട്ടുണ്ടാവും. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല അല്ലേ? എനിക്ക് മാഡത്തിന്റെ മൊഴിയെടുക്കണമായിരുന്നു. മൊഴിയെടുത്തിട്ടും വിശേഷിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാഡത്തിന് ബോധം പോയി. അത് കണ്ട ഞാൻ ഓടിച്ചെന്നത്. കണ്ണ് തുറന്നപ്പോ കണ്ടത് പാലും കൊണ്ട് ഞാൻ നിൽക്കുന്നതാ. ഞാൻ നിർബന്ധിച്ചിട്ടാ ആ പാല് മാഡം കുടിച്ചത്. അധികം കുടിച്ചതുമില്ല, 1-2 കവിള്. അത് ഛർദിക്കുകയും ചെയ്തു. ഞാൻ കൊടുത്ത പാലിൽ വിഷാംശം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും മാഡം അത് വിശ്വസിക്കില്ല, എന്നെ സംശയിക്കുക പോലുമില്ല. പാലും പഴവും പങ്കിട്ട് കഴിക്കുന്ന ചടങ്ങിൽ ആ പാലിൽ വിഷാംശം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദർശനെയും രൂപേഷിനെയും കൊല്ലാൻ ഉദ്ദേശിച്ച് വിഷം കലർത്തിയത് തന്നെയാ. അപ്പോ പ്രതികളുടെ ലക്ഷ്യം ദർശനയാ. കല്യാണം മുടക്കാനാണല്ലോ ബോംബ് വെച്ചതും മണ്ഡപത്തിൽ വെച്ച് തന്നെ വരനും വധുവും ഒരുമിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചതും. സംശയിക്കണ്ട, രണ്ടിനും പിന്നിൽ ഒരാള് തന്നെ, ഒരേ ലക്ഷ്യം തന്നെ, അത് തീർച്ചയായും. താലി കഴുത്തിൽ വീണപ്പോ തന്നെ ചെറുക്കന്റെ അമ്മ മരണക്കിടക്കയിലായിന്ന് പലരും പറഞ്ഞു തുടങ്ങി. എന്റെ അമ്മാവൻ ഇതുവരെ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. അതിന് പോലും കാരണം എന്നെ കുറിച്ച് പറയുന്നത് കേട്ട് അമ്മാവന്റെ മനസ്സും ശരീരവും തളരുന്നതുകൊണ്ട്. അതിന്റെ കൂടെ പാലിൽ വിഷം ചേർത്ത് ഞാൻ കൊടുത്തതുകൊണ്ട് സുമംഗല മാഡം ആശുപത്രിയിലായതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. എന്റെ അച്ഛനും അമ്മയും അപകടത്തിൽപ്പെട്ട് മരിച്ചത് മുതൽ ഞാൻ കേൾക്കുന്നത് ശപിക്കപ്പെട്ടവളെന്ന്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സൈമൺ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ ഒന്ന് പരിശോധിക്കട്ടെ. ECG കണ്ട ചെറിയ വേരിയേഷൻ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ കൊണ്ടും എമർജൻസി സിറ്റുവേഷൻ കൊണ്ടും ഉണ്ടായതാണ്. സൈമൺ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരട്ടെ. വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്തോണ്ടാ ഡോക്ടറെ വിളിക്കാൻ കാരണം. അതിന് പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് കലർന്ന ഫ്ലൂയിഡാ പുറത്തു പോയത്. അതൊരു കണക്കിന് നല്ലതാ. പോയിസൺ കലർന്നതെല്ലാം വാഷ് ഔട്ടായി പുറത്തു പോയതാ. പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് റിയാക്ഷൻ അത്. എന്തായാലും കാർഡിയക് സർജൻ കൂടെ വന്നൊന്ന് കാണട്ടെ. ചെറിയ ശ്വാസമുട്ടുള്ളത് പോലെ കാണിക്കുന്നുണ്ട്, പക്ഷെ മോണിറ്ററിൽ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല.